എൻ്റെ പാറു, നീയിങ്ങ് പോരെ. അവർ വരാൻ താമസിക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. തുമ്പിയുമായി ഉമ്മറത്തിരിക്കുന്ന പാറുവിനെ നോക്കി പാച്ചിയമ്മ പറഞ്ഞു. 9 മണിയാകാൻ പോകുകയല്ലേ അമ്മ, അതാ ഞാൻ. പാറു പറഞ്ഞതും പാച്ചിയൊരു ചിരിയോടെ അവളെ നോക്കി. എടി കള്ളി പെണ്ണെ, നീയും അച്ഛനും വരുന്നത് നോക്കിയിരിക്കുവാ. രണ്ടുറക്കത്തിലുള്ള സമയം കഴിഞ്ഞിട്ടും ഇരിക്കുന്നത് നോക്കിക്കേ. കയ്യിലുള്ള പാവയുടെ ചെവി പിടിച്ച് വലിക്കുന്നവളെ നോക്കി പാച്ചി പറഞ്ഞതും തുമ്പി അവരെ നോക്കി ചിരിച്ചു മയക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ദേവും ജഗനും എത്തിയിരുന്നു. അവനെ കണ്ടതും തുമ്പി പാർവിൻ്റെ മടിയിൽ നിന്നും തുള്ളാൻ തുടങ്ങി. പാ, കുഞ്ഞു സ്വരത്തിൽ അവൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ വിളിക്കുന്നുണ്ട്. ദേവും ജഗനും വണ്ടി ഒതുക്കിക്കൊണ്ട് അവർക്കരികിലേക്ക് നടന്നു. ഇരുവരുടെയും കയ്യിൽ കുറച്ച് കവറുകളുണ്ട്. പ്രിൻസസ്, അവൻ്റെ വിളി കേട്ടതും തുമ്പി മനോഹരമായി ചിരിച്ചു. പപ്പ കുളിച്ചിട്ട് എടുക്കാട്ടോ എൻ്റെ ബേബിയെ. ആ കുഞ്ഞി കൈയിലേക്ക് ഒരു ചോക്ലേറ്റ് വെച്ച് കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും തുമ്പിയുടെ ശ്രദ്ധ പിന്നെ അതിലേക്കായി. എന്താ താമസിച്ച കാശിയേട്ടാ? അതിന് അവളെ ഒന്ന് നോക്കി കണ്ണ് ചെമ്മിക്കൊണ്ട് കവറുകളൊക്കെ അവിടെ കയ്യിലേക്ക് കൊടുത്തു. കുളിച്ചിട്ട് വാ, ഫുഡ് കഴിക്കണ്ടേ? ഏട്ടാ, ഏട്ടനും വേഗം വരൂട്ടോ. ആദ്യം ദേവിനോടും പിന്നെ ജഗനോടും പറഞ്ഞുകൊണ്ട് പാറു തുമ്പിയുമായി അകത്തേക്ക് നടന്നു. രാത്രി നല്ല തണുപ്പാണിവിടെ. ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ച് വന്നപ്പോൾ ഇരുവർക്കും നല്ല ആശ്വാസം തോന്നി. കൂടെ നല്ല ചൂട് കഞ്ഞി കൂടി ആയതും പിന്നെ പറയണ്ടല്ലോ. അമ്മ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ച് കഴിഞ്ഞതും ദേവ് പാച്ചിയോടായി പറഞ്ഞു. തുമ്പി സ്വെറ്ററൊക്കെ ഇട്ട് പപ്പയുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി നല്ല ഉറക്കത്തിലാണ്. എന്താ മോനെ? ഞാൻ മറ്റന്നാൾ ഇവിടെ നിന്നും തിരിക്കാമെന്നാണ് കരുതുന്നത്. ചില കാര്യങ്ങൾ ഇനിയും നീട്ടിക്കൊണ്ടു പോയാൽ ശരിയാകില്ല. പെട്ടെന്നൊരു സങ്കടം തോന്നിയെങ്കിലും ഇനിയും അവരെ അങ്ങനെ നിർത്തുന്നത് തെറ്റാണ് എന്ന് തോന്നിയതിനാൽ തന്നെ പാച്ചി അവരെ നോക്കി ചിരിച്ചു. അതിനെന്താ മോനെ, ഇനി നിങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കേണ്ടത്, അതും തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ തന്നെ. ഞങ്ങൾ എല്ലാ രീതിയിലും ഒന്നായവരാണ്. എങ്കിലും അതിലൊരു പൂർണ്ണത വേണം. അത് ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ പാറൂട്ടനെ താലി ചാർത്തി സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ പറഞ്ഞതും പാച്ചിക്ക് നല്ല സന്തോഷം തോന്നി. അവരുടെ മനസ്സിലും അങ്ങനെയൊരു ചിന്ത ഉണ്ടായിരുന്നു എന്നതായിരുന്നു സത്യം. പാറുവിന് സന്തോഷവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. നല്ല കാര്യമാണ് മോനെ. ഇവിടുത്തെ ക്ഷേത്രത്തിൽ കാര്യങ്ങൾ നാളെ തന്നെ തിരക്കാം. വേണ്ട, ഒരു ക്ഷേത്രത്തിലും വേണ്ട. അവൻ പറഞ്ഞതും പാച്ചി അവനെ വല്ലായ്മയോടെ നോക്കി. പറഞ്ഞത് ഇഷ്ടായി കാണില്ലേ? എവിടെയും വേണ്ട, ഇവിടെ ഇവിടെ അമ്മയുടെ മുന്നിൽ വെച്ച്. അത് മതി. ഈ കഴിഞ്ഞ 2.5 വർഷം എൻ്റെ പ്രാണനുകളെ ഒരു പോറൽ പോലും ഏൽക്കാതെ നോക്കിയ അമ്മയുടെ സാന്നിധ്യത്തിൽ മാത്രം ഒരു താലി ചാർത്തൽ. അവൻ പറഞ്ഞു നിർത്തിയതും പാച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു. നാളെ രാവിലെ അമ്മയ്ക്ക് ധരിക്കാനുള്ള വസ്ത്രമാണ് ഇത്. താലി നാളെ അമ്മ വേണം എൻ്റെ കയ്യിലേക്ക് വെച്ച് തരാൻ. അത് വാങ്ങുമ്പോൾ പാച്ചിയുടെ കൈകളൊന്ന് വിറച്ചു. പാറുവും നിറഞ്ഞൊഴുകിയ കണ്ണോടെ ആ കാഴ്ച നോക്കി നിന്നു. ജഗൻ നിറഞ്ഞ ചിരിയോടെയും. സന്തോഷായി മോനെ, വേറെ ഒന്നും വേണ്ട. നീ എന്നെ മനസ്സിൽ തൊട്ട് അമ്മ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. എൻ്റെ മക്കള്, എൻ്റെ പേരക്കുട്ടി. ഈ ജന്മം ഈ പത്മാക്ഷിക്ക് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ വന്നു ചേരുമെന്ന് കരുതിയിരുന്നില്ല. 2.5 വർഷങ്ങൾക്ക് മുന്നേയുള്ള പാച്ചിയുടെ ജീവിതം ഒരു കടമ തീർക്കലായിരുന്നു. പാറു വന്നതിൽ പിന്നെയാണ് ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടെന്ന് തോന്നി തുടങ്ങിയത്. എനിക്കറിയാം, ഇവിടെ നിന്ന് പോയാലും എൻ്റെ ഒരു വിളിപ്പാടകലെ എന്നും നിങ്ങൾ ഉണ്ടാകുമെന്ന്. ദേവിൻ്റെ നെറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ട് പാച്ചി കണ്ണീരോടെ പറഞ്ഞു നിർത്തി. അമ്മേ. പാറു ഒരു കരച്ചിലോടെ അവരെ പുണർന്നു. അന്നത്തെ ദിവസം പാറു പാച്ചിയുടെ ഒപ്പമാണ് കിടന്നത്, തുമ്പി അവളുടെ പപ്പയുടെ നെഞ്ചിലും. പിറ്റേ ദിവസം പാച്ചിയുടെ സാന്നിധ്യത്തിൽ പാറുവിൻ്റെ കഴുത്തിൽ ദേവ് താലി ചാർത്തുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. നെറുകയിൽ ചാർത്തിയ സിന്ദൂരം പാർവതിയുടെ അഴക് വർദ്ധിപ്പിച്ചതായി തോന്നി അവന്. അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. പ, കുഞ്ഞു സ്വരം. അവൻ ചിരിയോടെ ജഗൻ്റെ കയ്യിൽ കസവിൻ്റെ സ്കേർട്ടൊക്കെ ഇട്ട് സുന്ദരിയായി ഇരിക്കുന്ന തൻ്റെ രാജകുമാരിയെ വാരിയെടുത്ത് തുരുതരെ ചുംബിച്ചു. അവൻ്റെ താടിരോമങ്ങൾ നൽകുന്ന ഇക്കിളിയിൽ തുമ്പി കുലുങ്ങി ചിരിച്ചു. അന്ന് പാറുവിനെ അറിയാവുന്ന കുറച്ചു പേർ അവളുടെ ഭർത്താവിനെ കാണാൻ വേണ്ടി വന്നിരുന്നു. മണിയുടെ സംസാരത്തിൽ നിന്നും ദേവിനൊരു ഹീറോ പരിവേഷമാണ് ലഭിച്ചിരുന്നത്. എല്ലാവരോടും ദേവ് മുഖം കറുപ്പിക്കാതെ തന്നെ സംസാരിച്ചു. അന്നത്തെ രാത്രി ഇരുവർക്കും പുതുമയുള്ളതായി തോന്നി. അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ ഈ കഴിഞ്ഞ 2.5 വർഷങ്ങൾ അവൾ താണ്ടിയ വഴികളെല്ലാം സങ്കടത്തോടെയും അല്പം പരിഭവത്തോടെയും പറഞ്ഞു തീർത്തു. അവനുമുണ്ടായിരുന്നു പറയുവാൻ അവളെ തേടി അലഞ്ഞ നാളുകളുടെ കഥ. തുമ്പി ദേവിൻ്റെ വലതുവശം കിടന്ന് നല്ല ഉറക്കമാണ്.
മൈ ഏഞ്ചൽ. തുമ്പിയുടെ വീർത്ത കവിളിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും പാറു ചിരിച്ചു. എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി അല്ലേ പാറുട്ടാ? അവൻ തുമ്പിയിൽ നിന്നും കണ്ണെടുക്കാതെ ചോദിച്ചു. പാറുവിന് അവൻ്റെ ചോദ്യത്തിലെ ഇടറൽ മനസ്സിലായതും അവൻ്റെ മുഖം തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. ചിലപ്പോൾ ഇതൊക്കെ അനുഭവിക്കുക എന്നത് നമ്മുടെ വിധിയായിരിക്കും കാശിയേട്ടാ. പിന്നെ നമ്മുടെ കുഞ്ഞിനൊപ്പമുള്ള ഒരു നിമിഷവും നമുക്ക് സ്പെഷ്യൽ മൊമെൻറ്റ്സ് ആയിരിക്കും. നമ്മുടെ രാജകുമാരിയല്ലേ അവള്? കുറുമ്പിയ എൻ്റെ കുഞ്ഞി കാശി. അവൾ തുമ്പിയെ നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു. പാറു വിളിച്ചത് കേട്ടതും കാശി അവളെ വിടർന്ന കണ്ണുകളോടെ നോക്കി. എന്താ നോക്കണേ? എന്നെപ്പോലെ ഇരിക്കുന്നേ എന്നുള്ളൂ. കാശിയേട്ടൻ്റെ മിനി വേർഷനാണ് ഈ കിടക്കുന്നത്. ഈ ദേഷ്യവും വാശിയും കുറുമ്പും സ്നേഹവും ഒക്കെ അതുപോലെ പകർന്നു കിട്ടിയിട്ടുണ്ട്. അതെയോ? പാറു പറഞ്ഞു നിർത്തിയതും ദേവ് അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്തുകൊണ്ട് കുറുമ്പോടെ ചോദിച്ചു. അതേലോ ബേബി. ബേബി, എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ മാറിൽ മുഖം ചേർത്ത് ആഞ്ഞു ശ്വസിച്ചു. ഒന്നുകൂടെ സോഫ്റ്റായിട്ടുണ്ട്. അവൻ അവളുടെ മാറിൽ പതിയെ അമർത്തിക്കൊണ്ട് പറഞ്ഞതും പാറു ഒന്ന് പൊളിഞ്ഞു. കാശിയേട്ടാ, ഈ സ്മെല്ല് എൻ്റെ കൺട്രോൾ കളയുന്നുണ്ട്. അവൻ പറഞ്ഞതും പാറു പതിഞ്ഞു ചിരിച്ചു. ബേബി. അവനൊരു കള്ളച്ചിരിയോടെ വിളിച്ചുകൊണ്ട് പാറുവിൻ്റെ അതിരങ്ങളെ അപ്പാടെ വിഴുങ്ങിയിരുന്നു. ജഗൻ ഉറക്കത്തിലേക്ക് വീഴുന്നേരമാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത്. സൂര്യ കോളിംഗ് എന്ന് കണ്ടതും അവനൊരു സംശയത്തോടെയാണ് കോൾ അറ്റൻഡ് ചെയ്തത്. എന്താ സൂര്യ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അവിടെ? ഈ സമയത്തൊരു കോള്? എന്നിട്ടും ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് ജഗൻ തിരക്കി. ജഗൻ. മറുവശത്തു നിന്ന് വന്ന ശബ്ദത്തിൽ അവനൊന്ന് നിശ്ചലമായി. നീ മനഃപൂർവ്വം എൻ്റെ കോൾ എടുക്കാത്തതാണോ? എന്തിനാ ജഗൻ എന്നോടിങ്ങനെ? ദേവ്, അവനെ മറന്ന് എനിക്കൊരു ജീവിതം സാധ്യമല്ല ജഗൻ. ഞാൻ ചെയ്യുന്നതൊക്കെ എൻ്റെ ശരികളാണ്. എൻ്റെ പ്രണയം നേടാനുള്ള എൻ്റെ ശരികൾ. എനിക്ക് എത്രയും പെട്ടെന്ന് അവനെ കാണണം. നിങ്ങൾ എവിടെയാണ്? എനിക്കറിയണം ജഗൻ. നീരജയിൽ വാശി നിറഞ്ഞു. ജഗനൊന്ന് പുച്ഛത്തോടെ ചിരിച്ചു. നീ എങ്ങോട്ടും അന്വേഷിച്ചു വരണ്ട. 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ നിന്റെ മുന്നിലുണ്ടാകും. ഞാൻ വീണ്ടും പറയുന്നു, എന്തും നേരിടാൻ മനസ്സിനെ തയ്യാറാക്കുക. ജഗൻ അത്രയും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു. എറണാകുളത്തേക്കുള്ള യാത്രയിലാണ് പാറുവും ദേവും. അവിടെയാണ് ഇരുവരുടെയും മാരേജ് രജിസ്റ്റർ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. വെളുപ്പിനെ തന്നെ പാച്ചിയുടെ വീട്ടിൽ നിന്നും അവർ തിരിച്ചിരുന്നു. പാച്ചിയും പാറുവും സങ്കടം തിങ്ങിയ മനസ്സോടെയാണ് വിട പറഞ്ഞത്. തുമ്പിയെ മാറോട് ചേർക്കുമ്പോൾ അവരൊന്ന് വിങ്ങിപ്പൊട്ടി. ഡ്രൈവറുടെ ഒപ്പം ജഗൻ മുന്നിലും കാശിയും പാറുവും പിന്നിലുമാണ് ഇരിക്കുന്നത്. തുമ്പി ദേവിൻ്റെ നെഞ്ചിലും പാറു അവൻ്റെ തോളിലും ചാരി മയക്കത്തിലാണ്. ഏകദേശം 10:30 കഴിഞ്ഞിരുന്നു അവർ അവിടെ എത്തുമ്പോൾ. അവിടെ അവരെയും കാത്ത് ആദിയും ക്രിസ്റ്റിയും വിനുവും ഉണ്ടായിരുന്നു. അവരായിരുന്നു രജിസ്റ്റർ ചെയ്യുന്നതിനായി എല്ലാം ഏർപ്പാട് ചെയ്തത്. കൺഗ്രാറ്റ്സ് മച്ചാ. കാറിൽ നിന്നും ഇറങ്ങിയതും വിനു അവനെ പുണർന്നുകൊണ്ട് പറഞ്ഞു. ദേവ്. ആദിയും ക്രിസ്റ്റിയും കൂടെ അവനെ പുണർന്നു മാറി. പാറുമോളെ. അരികിൽ നിൽക്കുന്ന പാറുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദി വിളിച്ചതും ചെറുതായി നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. ക്രിസ്റ്റി അപ്പോഴേക്കും ദേവിൻ്റെ തോളിൽ കിടന്നുറങ്ങുന്ന തുമ്പിയെ വാരിയെടുത്തിരുന്നു. നല്ല ഉറക്കമാണല്ലോടാ. കയ്യിൽ വട്ടം കിടത്തി കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ക്രിസ്റ്റി വാത്സല്യത്തോടെ പറഞ്ഞു. ഇതൊരു കുഞ്ഞി പാറു തന്നെയാണല്ലോ. വിനുവും അവളുടെ കുഞ്ഞി കയ്യിലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു. ഇത്ര നാളും ദേവും പാറുവും അനുഭവിച്ച മാനസികാവസ്ഥ അറിയാവുന്നതുകൊണ്ട് ആരും കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറയാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. അപ്പോഴേക്കും അവരുടെ അരികിലായി ഒരു ഓട്ടോ വന്ന് നിന്നു. അതിൽ നിന്നും ഇറങ്ങുന്നവളെ കണ്ടതും പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മു. ഇടറിയ സ്വരത്തിൽ പാറു വിളിച്ചെങ്കിലും അമ്മു അവളെ മൈൻഡ് ചെയ്യാതെ ക്രിസ്റ്റിയുടെ അരികിലേക്ക് ചെന്നു. ഞാൻ കരുതി ചടങ്ങ് കഴിഞ്ഞു കാണുമെന്ന്. തുമ്പിയെ തഴുകിക്കൊണ്ട് കാശിയെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു. അമ്മു. പിന്നിൽ നിന്നും അവളെ പുണർന്നുകൊണ്ട് പാറു വിളിച്ചു. ഇടറിയ സ്വരത്തോടൊപ്പം പാറുവിൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. നല്ല ദേഷ്യത്തിലും പരിഭവത്തിലുമാണ് വന്നതെങ്കിലും പാറുവിൻ്റെ പ്രവൃത്തിയിൽ അമ്മുവിൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ഒരു വിളിപ്പാടകലെ ഞാനില്ലായിരുന്നു. എങ്ങനെ തോന്നി നിനക്ക് ഞങ്ങളെ വിട്ട്? അത്രയും പറഞ്ഞുകൊണ്ട് അമ്മുവും അവളെ ഇറുകെ പുണർന്നു. ഒത്തിരി സമയം ഇരുവരും പരിഭവവും പരാതിയുമായി കടന്നുപോയി. ആരും അവരുടെ ഇടയിലേക്ക് കയറിയില്ല. ഇതിനിടയിൽ തുമ്പി എഴുന്നേറ്റിരുന്നു. പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിലാണെന്ന് കണ്ടതും കുഞ്ഞു ചുണ്ടുകൾ മലർത്തി ഒരു കരച്ചിലിന് തയ്യാറെടുത്തപ്പോഴേക്കും ദേവ് അവളെ ക്രിസ്റ്റിയുടെ അരികിൽ നിന്നും എടുത്തിരുന്നു. പ്രിൻസസ് പാ. അവൻ്റെ ശബ്ദം കേട്ടതും തുമ്പി അവളുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. നിന്നെപ്പറ്റി പരാതി പറയുവാ കുഞ്ഞിപ്പെണ്ണ്.
ജഗൻ ഒരു ചിരിയോടെ ക്രിസ്റ്റിയോടായി പറഞ്ഞതും എല്ലാവരും തുമ്പിയെ വാത്സല്യത്തോടെ നോക്കി. അതെ, ഇനി പിന്നെയാകാം പരാതി പറച്ചില്. സമയം പോകുന്നു. അടുത്തത് നമ്മളാണ്. പാറുവിനോട് വാ നിറയെ സംസാരിക്കുന്ന അമ്മുവിനെ കണ്ട് ഇതിപ്പോഴൊന്നും തീരില്ലെന്ന് കണ്ട് ആദ്യ അല്പം ശബ്ദത്തിൽ അവളോടായി പറഞ്ഞു. ബേബി. ദേവുകൂടെ വിളിച്ചതും പാറു അവനരികിലേക്ക് ചെന്നു. വാ. അവളുടെ കയ്യും പിടിച്ച് അവൻ അകത്തേക്ക് കയറി. അവരെ കൂടാതെ 2 കൂട്ടർ കൂടി ഉണ്ടായിരുന്നു വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട്. അവസാനത്തെ ഊഴമായിരുന്നു ദേവിനും പാറുവിനും. രജിസ്റ്റർ സൈൻ ചെയ്യുമ്പോൾ ഇരുവരിലും നിറഞ്ഞ പുഞ്ചിരിയുണ്ടായിരുന്നു. സാക്ഷികളായി സൈൻ ചെയ്തത് ജഗനും ക്രിസ്റ്റിയുമായിരുന്നു. 2.5 വർഷങ്ങൾക്ക് ശേഷം തിരികെ വീണ്ടും ദേവിൻ്റെ ഒപ്പം ഫ്ലാറ്റിലേക്ക് കയറുമ്പോൾ പാറു ഒന്ന് തേങ്ങി. അപ്പോൾ അവളുടെ മനസ്സിൽ ഇവിടെ നിന്നും ഇറങ്ങിയ ദിവസമായിരുന്നു. അന്നത്തെ മഹിയുടെ ഒരു വാക്കുകളും വീണ്ടും ചെവിയിൽ മുഴുങ്ങുന്നത് പോലെ തോന്നിയതും പാറു കണ്ണുകൾ ഇറുകെ അടച്ചു. അതേ നിമിഷം തന്നെ ദേവ് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. റിലാക്സ് ബേബി. അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവൻ മന്ത്രിച്ചു. ഈ സമയം മറ്റുള്ളവർ തുമ്പിയുമായി നല്ല കളിയിലായിരുന്നു. ഇച്ചിരി കഷ്ടപ്പെട്ടാണെങ്കിലും തുമ്പിയെ അവർ തങ്ങളുടെ വശത്താക്കി. ഇപ്പോൾ അമ്മുവിൻ്റെ കയ്യിലാണ്. വിനു കാണിക്കുന്ന കോപ്രായങ്ങൾക്കൊക്കെ കൈകൊട്ടി തുരുതുരാ ചിരിക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണ്. അതെ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. അവളെ കാണാനുള്ള വെപ്രാളത്തിൽ രാവിലെ ഒന്നും തട്ടാതെയാണ് ഇറങ്ങിയത്. വയറൊഴിഞ്ഞ് അമ്മു പറഞ്ഞതും ജഗൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അവളിൽ ഉടക്കി. ഒരു ഗോൾഡൻ യെല്ലോ കളർ ഫുൾ സ്ലീവ് സൽവാറാണ് അമ്മുവിൻ്റെ വേഷം. ലെയർ കട്ട് ചെയ്ത അവളുടെ സിൽക്ക് പോലുള്ള മുടിയിഴകൾ അവളുടെ ചലനങ്ങൾക്കനുസരിച്ച് ഇളകി മറിയുന്നത് കാണാൻ വല്ലാത്ത ഭംഗിയുള്ളതായി തോന്നി അവന്. കട്ടിയേറിയ പുരികങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞി കറുത്ത പൊട്ട് മാത്രമാണുള്ളത്. ഒരു സെക്കൻഡ് പോലും വാടച്ച് വെക്കുന്നില്ല എന്നോർത്തതും ജഗനിൽ ചിരി വിരിഞ്ഞു. എന്താണ് മോനെ, ചെറിയൊരു ഇളക്കം? വീണോ? ആദി അവനരികിൽ വന്നിരുന്നു കൊണ്ട് ചിരിയോടെ തിരക്കി. വീണില്ല, പക്ഷേ കാൽ ചെറുതായി ഒന്ന് വഴുക്കുന്നുണ്ടോ എന്നൊരു സംശയം. വീഴാനുള്ള സാധ്യത ഇല്ലാതില്ല. അതേ കള്ളച്ചിരിയോടെ അവനും മറുപടി പറഞ്ഞു. എങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ചേട്ടായി, എനിക്കും കുഞ്ഞിപ്പെണ്ണിനും ഒരു ഐസ്ക്രീം കൂടെ. ഫുഡ് ഓർഡർ ചെയ്യുന്ന ക്രിസ്റ്റിയെ നോക്കി അമ്മ വിളിച്ചു കൂവി. ഓ എൻ്റെ ചെവി, മിണ്ടാതിരി ശവമേ. 1 10 വാങ്ങിത്തരാം. കുറച്ചു നേരം ആ വാ അടച്ചു വെക്ക്. വിനു അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മു ചുണ്ടു കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് തുമ്പിയെയും എടുത്ത് ജഗൻ്റെ അരികിൽ ചെന്നിരുന്നു. നമുക്ക് ഇവിടെ ഇരിക്കാട്ടോ കുഞ്ഞിപ്പാറു, ഇല്ലെങ്കിൽ ആ കാട്ടുമാക്കാൻ നമ്മളെ പിടിക്കും. വിനുവിനെ ചൂണ്ടി അമ്മു തുമ്പിയോട് പറഞ്ഞതും ജഗൻ ചിരിച്ചുപോയി. ബാൽക്കണിയിൽ ദേവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുകയാണ് പാറു. നാളെ ഉച്ചയോടെ നമ്മൾ അവിടെ എത്തും പാറുട്ടാ. കുറച്ചു നിമിഷത്തെ മൗനത്തെ ഭേദിച്ചുകൊണ്ട് ദേവ് പറഞ്ഞു. നമ്മളിനി അവിടെയാണോ? നോ ബേബി, ട്രിവാൻഡ്രം. അവിടെയാണ് ഇനി മുതൽ നമ്മൾ ജീവിക്കാൻ പോകുന്നത്. നമ്മുടെ ഓഫീസ് അവിടെയാണ്. അവൻ പറഞ്ഞതും പാറു ഒന്നും മിണ്ടാതെ അവനെ ഇറുകെ പുണർന്നു. അന്നത്തെ ദിവസം എല്ലാവരും ആ ഫ്ലാറ്റിൽ ആഘോഷമാക്കി. ഈ സമയം ജഗൻ അമ്മുവുമായി അത്യാവശ്യം നന്നായി തന്നെ സംസാരിച്ചിരുന്നു. ആൻറ്റി നോക്കിക്കേ, ഈ ഡ്രസ്സ് എനിക്ക് ചേരുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ നീരു, നീ ഇത് എത്രാമത്തെ വട്ടമാണ് മഹിയോട് ചോദിക്കുന്നത്? നീരജയുടെ അമ്മ ഒരു ചിരിയോടെ പറഞ്ഞതും മഹി അവരെ നോക്കി വിളറിയൊന്ന് ചിരിച്ചു. കേട്ടോ മഹി, ഇന്ന് എന്തായാലും മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അമ്മ പറയുന്നത് കേട്ടതും നീരജ ചിരിയോടെ മഹിയെ നോക്കി. മഹി ആകെ പരിഭ്രമത്തിലായിരുന്നു. നീരജ ഇതുവരെ പാർവതിയുടെ കാര്യം അറിഞ്ഞിട്ടില്ല. ഇതിലെല്ലാത്തിനും പുറമെ ദേവ്, അവൻ്റെ പ്രതികരണം, അതാണ് തന്നെ കൂടുതൽ ഭയത്തിലാക്കുന്നത്. സത്യേട്ടൻ ഇതുവരെ മകൻ മാറി നിന്നതിൻ്റെ യഥാർത്ഥ കാരണം അറിഞ്ഞിട്ടില്ല. പാർവതി എന്ന വിഷയം മറ്റാരും അറിയരുത് എന്നത് നീരജയുടെ വാശിയായിരുന്നു. സത്യമൂർത്തിയും നീരജയുടെ അച്ഛനും ഓഫീസ് റൂമിലിരുന്ന് എന്തോ കാര്യമായ സംസാരത്തിലാണ്. നീരജയ്ക്ക് സമയം മുന്നോട്ട് നീങ്ങാത്തതുപോലെ തോന്നി. ദേവിനെ കാണാനായി തുടിക്കുന്ന മനസ്സിനെ അവൾ ഒരുവിധമാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇനിയും തനിക്ക് പറ്റില്ല എന്ന് തോന്നിയതും അവളെ ജഗന് കോൾ ചെയ്തു. ഞങ്ങൾ എത്തി നീരജ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കട്ട് ചെയ്തതും അവൾ പുറത്തേക്ക് പാഞ്ഞു. അവളുടെ വെപ്രാളം കണ്ട് മഹിയും നീരജയുടെ അമ്മയും അവളുടെ പിറകിൽ ചെന്നു. മുറ്റത്തേക്ക് വന്നു നിന്ന കാറ് കണ്ടതും നീരജയുടെ കണ്ണുകൾ നിറഞ്ഞു. ദേവ്, അവൾ ഭ്രാന്തമായ ആവേശത്തോടെ വിളിച്ചു. ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയ നിമിഷം തന്നെ നീരജ കാറ്റുപോലെ വന്ന് അവനെ പുണർന്നു. ദേവ്. ഇടറിയ സ്വരത്തിൽ നീരജ അവനെ വിളിച്ച അതേ നിമിഷം തന്നെ ദേവ് അവളെ തന്നിൽ നിന്നും ശക്തിയിൽ തള്ളി മാറ്റി. പ്രതീക്ഷിക്കാത്ത പ്രവൃത്തിയായതിനാൽ തന്നെ നീരജ പിന്നിലേക്ക് വീണുപോയി.